ഏറെ പ്രിയപ്പെട്ട ധ്യാന സഹോദരങ്ങളെ, എൻ്റെ ആത്മീയ കുടുംബമേ, നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. ഇന്ന് നാം ഈ പരിശുദ്ധമായ ധ്യാന സദസ്സിൽ കൂടുമ്പോൾ ഒരു ദേശീയ ദിനം മാത്രം ആചരിക്കുകയല്ല, ഇന്ത്യയുടെ ആത്മാവിനെയും ഭരണഘടനയിൽ എഴുതപ്പെട്ട മൂല്യങ്ങളെയും ഓരോ മനുഷ്യൻ്റെയും ദൈവീക സാധ്യതയും ആചരിക്കുകയാണ്. റിപ്പബ്ലിക് ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ത്യ ഒരു ഭൂമിശാസ്ത്ര രാജ്യം മാത്രമല്ല, ഇന്ത്യ ഒരു സാംസ്കാരികാത്മീയമായ പാരമ്പര്യമാണ്, ഒരു ആത്മീയ പരീക്ഷണശാലയാണ്, ലോകത്തിനുള്ള ഒരു ജ്ഞാനദീപസ്തംഭമാണ്. റിപ്പബ്ലിക് എന്നത് ജനങ്ങളുടെ ഭരണം എന്നാണ് അർത്ഥം. പക്ഷേ ആത്മീയ ദൃഷ്ടിയിൽ അത് ബോധത്തിൻ്റെ ഭരണം കൂടിയാണ്. വ്യക്തികൾ ഉയർന്ന ബോധാവസ്ഥയിലേക്ക് ഉയർന്നാൽ രാജ്യം സ്വാഭാവികമായി മാറും. പത്രിജി നമ്മെ എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു, വ്യക്തികളുടെ സമാധാനത്തിലൂടെയേ ലോക സമാധാനം സാധ്യമാകൂ. ഒരു രാജ്യത്തിൻ്റെ മഹത്വം സാമ്പത്തിക വളർച്ചയിലോ സൈനിക ശക്തിയിലോ മാത്രമല്ല, അതിൻ്റെ പൗരന്മാരുടെ ബോധ നിലവാരത്തിലാണ്. സത്യമായ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചനം മാത്രമല്ല, ഭയം, ദ്വേഷം, ലഹരി, അജ്ഞാനം ഇവയിൽ നിന്നുള്ള മോചനം കൂടിയാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്നത് സമത്വം, സ്വാതന്ത്ര്യം, സഹോദരത്വം, നീതി. ഇവ നിയമവാക്കുകൾ മാത്രമല്ല, ഇവ ആത്മീയ സത്യങ്ങളാണ്. സമത്വം ഉണ്ടാകുന്നത് എല്ലാ ആത്മാക്കളും ഒന്നാണെന്ന് തിരിച്ചറിയുമ്പോൾ, സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കുമ്പോൾ, സഹോദരത്വം ഉണ്ടാകുന്നത് അഹങ്കാരത്തിന് പകരം സ്നേഹം വരുമ്പോൾ, നീതി ഉണ്ടാകുന്നത് കരുണയായ പ്രവർത്തനങ്ങളെ നയിക്കുമ്പോൾ. പത്രിജി പറഞ്ഞു, ധ്യാനം ബോധമുള്ള ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ്. കാരണം ധ്യാനിക്കുന്ന മനസ്സ് ഒരിക്കലും വെറുക്കുകയോ ചൂഷണം ചെയ്യുകയോ നശിപ്പിക്കുകയോ ചെയ്യില്ല. ഇന്ത്യ ലോകത്തിന് നൽകിയിരിക്കുന്നത് യോഗ, ധ്യാനം, വേദാന്തം, ശ്രീ ബുദ്ധൻ്റെ ഉപദേശങ്ങൾ, മഹാത്മാഗാന്ധിയുടെ അഹിംസ, ഇങ്ങനെ നീളുന്നു പട്ടിക. മനുഷ്യൻ ബാഹ്യാകാശം അന്വേഷിക്കുന്നതിന് മുൻപേ നമ്മുടെ ഋഷിമാർ അന്തരീക്ഷം അന്വേഷിച്ചിരുന്നു. ഇന്ന് ലോകം സമ്മർദ്ദത്തിലും ആശങ്കയിലും അക്രമത്തിലും മുങ്ങുമ്പോൾ ഇന്ത്യയുടെ പ്രാചീന ജ്ഞാനം കാലഹരണപ്പെട്ടതല്ല. പത്രിജി ഒരു സത്യം വീണ്ടും ഉണർത്തി, ധ്യാനം ഒരു മതമല്ല, ആത്മാവിൻ്റെ ശാസ്ത്രമാണ്. സഹോദരങ്ങളെ, വിളക്ക് കൊളുത്തുന്നത് നല്ലതാണ്, ദേശീയ പതാകയ്ക്ക് ആദരം നൽകുന്നത് നല്ലതാണ്, ദേശീയഗാനം പാടുന്നത് നല്ലതാണ്. പക്ഷേ മികച്ച മനുഷ്യനാകുന്നത് ഏറ്റവും വലിയ ദേശസ്നേഹമാണ്. ഓരോ ധ്യാനത്തിലൂടെയും കോപം കുറയുന്നു, അക്രമം കുറയുന്നു, വ്യക്തത വർദ്ധിക്കുന്നു, കരുണ വർദ്ധിക്കുന്നു. ഇത് മൗനത്തിൽ തന്നെ രാജ്യത്തെ ശക്തമാക്കുന്നു. പത്രിജി പറഞ്ഞു, ധ്യാനികൾ സമാധാനത്തിൻ്റെ യഥാർത്ഥ സൈനികരാണെന്ന്. ലക്ഷക്കണക്കിന് ധ്യാനികളുള്ള രാജ്യം അകത്തു നിന്ന് ഒരിക്കലും തകരുകയില്ല. എല്ലാം സർക്കാർ മാറ്റണമെന്ന് നാം കരുതുന്നു. പക്ഷെ പത്രിജി പറയുന്നു, നിന്റെ ജീവിതത്തിൻ്റെ സർക്കാർ നീ തന്നെയാണ്. ആത്മീയ പൗരത്വം എന്നത് ധാർമ്മികമായി ജീവിക്കുക, സത്യം സംസാരിക്കുക, കരുണയോട് പ്രവർത്തിക്കുക, ബോധത്തോട് ജീവിക്കുക, പ്രകൃതിയെ മാനിക്കുക, സഹജീവികളെ സഹായിക്കുക. ബോധമുള്ള പൗരൻ ഒരിക്കലും നദികളെ മലിനമാക്കില്ല, തൊഴിലാളികളെ ചൂഷണം ചെയ്യില്ല, വഞ്ചിക്കുകയോ വെറുക്കുകയോ ചെയ്യില്ല. നമ്മുടെ യുവാക്കൾ മിടുക്കരാണ്, നമ്മുടെ സാങ്കേതിക വിദ്യ ശക്തമാണ്. ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിലെ സ്റ്റാർട്ടപ്പുകൾ നന്നായി വളരുന്നു. പക്ഷെ ബോധമില്ലെങ്കിൽ പുരോഗതി നാശമാകും. പത്രിജി പറഞ്ഞു, ആത്മീയത ഇല്ലാത്ത സാങ്കേതിക വിദ്യ അപകടകരമാണ്. സ്കൂളുകളിൽ ധ്യാനം പഠിപ്പിക്കണം, കോളേജുകളിൽ മൗനത്തിൻ്റെ ജ്ഞാനം കൊണ്ടുവരണം. ഭാവിയിലെ ഇന്ത്യ ഹൈടെക്, ഹൈ ഇൻകം, ഹൈ ബോധം ഉള്ള ഒരു രാജ്യമാകണം. ഇന്ന് അക്രമം ശാരീരികം മാത്രമല്ല, വാക്കുകളാലും മാനസികമായും ഡിജിറ്റലായും കൂടിയാണ്.
പത്രിജി ഗാന്ധിയുടെ ദർശനം വികസിപ്പിച്ചു. അഹിംസ ചിന്തയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ചിന്തകൾ ശുദ്ധമായാൽ പ്രവർത്തനങ്ങൾ ശുദ്ധമാകും. ധ്യാനം ചിന്തകളെ ശുദ്ധമാക്കുന്നു, പരിശുദ്ധമാക്കുന്നു. അതിനാൽ ധ്യാനം ഒളിച്ചോടലല്ല, രാജ്യനിർമ്മാണമാണ്. ആത്മീയ രാജ്യം എല്ലാ ജീവജാലങ്ങളെയും മാനിക്കുന്നു. റിപ്പബ്ലിക് ദിനം ഇതുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭൂമിയാണ് നമ്മുടെ ഏക രാജ്യം. ഇന്ത്യ പരിസ്ഥിതി ആത്മീയ നേതൃസ്ഥാനത്ത് ലോകത്തെ നയിക്കണം. പ്രിയ സഹോദരങ്ങളെ, ആദ്യ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. അടുത്ത സ്വാതന്ത്ര്യ സമരം നമ്മെ മോചിപ്പിക്കേണ്ടത് സമ്മർദ്ദത്തിൽ നിന്ന്, വിഷാദത്തിൽ നിന്ന്, ലഹരികളിൽ നിന്ന്, കോപത്തിൽ നിന്ന്, സ്വാർത്ഥതയിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, അക്രമത്തിൽ നിന്ന്. പത്രിജി ധ്യാന വിപ്ലവം ആരംഭിച്ചു തന്നു. നാം എല്ലാവരും അതിൻ്റെ ദീപവാഹകരാണ്. ആ ദീപസ്തംഭം നമ്മുടെ കയ്യിലുണ്ട്. ആ വെളിച്ചത്തെ, ആ ദീപത്തെ ഈ സമൂഹത്തിൻ്റെ ഇരുട്ടിനെ മാറ്റാൻ നാം ഉപയോഗിക്കണം. ഈ റിപ്പബ്ലിക് ദിനത്തിൽ നാം ഒരു മൗന ആത്മീയ പ്രതിജ്ഞ എടുക്കാം. ഞാൻ ദിവസേന ധ്യാനം ചെയ്യും. ഞാൻ ബോധത്തോടെ ജീവിക്കും. ഞാൻ സമാധാനം പടർത്തും. എല്ലാ മതങ്ങളെയും മാനിക്കും. പ്രകൃതിയെ സംരക്ഷിക്കും. സമൂഹത്തെ സേവിക്കും. കാരണം മാറിയ വ്യക്തിയാണ് മാറിയ രാജ്യം സൃഷ്ടിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ത്യക്ക് കൂടുതൽ രാഷ്ട്രീയക്കാരെ ആവശ്യമില്ല. ഇന്ത്യക്ക് കൂടുതൽ ബോധമുള്ള പൗരന്മാരാണ് ആവശ്യം. ഇന്ത്യക്ക് കൂടുതൽ ക്ഷേത്രങ്ങൾ മാത്രം വേണ്ട. ഇന്ത്യക്ക് കൂടുതൽ ധ്യാന കേന്ദ്രങ്ങൾ വേണം. ഇന്ത്യക്ക് കൂടുതൽ മുദ്രാവാക്യങ്ങൾ വേണ്ട. ഇന്ത്യക്ക് കൂടുതൽ മൗനവും ബോധവും വേണം. നമ്മുടെ ബോധത്തെ ആദരിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടനയെ ആദരിക്കാം. നമ്മുടെ രാജ്യത്തെ ആദരിക്കാം. നമ്മുടെ ആത്മാവിനെ ആദരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ആദരിക്കാം. പത്രിജിയെ ആദരിക്കാം. ധ്യാനം പ്രയോഗിക്കുകയും പ്രചരിക്കുകയും ചെയ്തുകൊണ്ട് പത്രിജിയെ ആദരിക്കാം. ഇന്ത്യ ലോകത്തിൻ്റെ ആത്മീയ മഹാശക്തിയാകട്ടെ. ഓരോ ഇന്ത്യക്കാരനും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദീപസ്തംഭമാകട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ആത്മീയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. ജയ് ഹിന്ദ്. ധ്യാനം ശരണം ഗച്ഛാമി. നന്ദി, നമസ്കാരം.